പകർച്ചവ്യാധികൾക്കെതിരെ സർക്കാരിനൊപ്പം ഒത്തൊരുമിച്ച് പോരാടുന്നത് എൻ്റെ കടമയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിനായി ശരിയായ ആരോഗ്യശീലങ്ങൾ ഞാൻ പിന്തുടരും. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ശുചിമുറി ഉപയോഗിച്ച ശേഷവും സോപ്പ് ഉപയോഗിച്ച് ഞാൻ കൈകൾ കഴുകും. തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ ഞാൻ കുടിക്കുകയുള്ളൂ. തുറന്നു വച്ചതും പഴകിയതുമായ ഭക്ഷണം ഞാൻ കഴിക്കില്ല. സ്കൂളും വീടും പരിസരവും ഞാൻ വൃത്തിയായി സൂക്ഷിക്കും. വെള്ളിയാഴ്ചകളിൽ സ്കൂളിലും ഞായറാഴ്ച വീട്ടിലും ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഞാൻ പങ്കെടുക്കും. മൃഗങ്ങളും പക്ഷികളും കടിച്ച പഴങ്ങൾ ഞാൻ കഴിക്കില്ല. പഴങ്ങൾ വൃത്തിയായി കഴുകി മാത്രമേ കഴിക്കുകയുള്ളൂ. എലിപ്പനി തടയാൻ കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ കുളിക്കുന്നതും കളിക്കുന്നതും ഞാൻ ഒഴിവാക്കും. പനി, ജലദോഷം തുടങ്ങിയവ പകർച്ചവ്യാധികൾ ഉള്ളപ്പോൾ ഞാൻ സ്കൂൾ ഒഴിവാക്കി വീട്ടിൽ വിശ്രമിക്കും. സർക്കാർ ആരോഗ്യവകുപ്പ് നൽകുന്ന രോഗപ്രതിരോധ വാക്സിനുകൾ കൃത്യമായി സ്വീകരിക്കുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞ പോലെ നിയമസഭാ സമ്മേളനം നടക്കുന്നത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചില തിരക്കുകൾ കാരണമാണ് പൊതുവിൽ ഈ ചടങ്ങ് കുറച്ച് വൈകിയത്. ഞാൻ പ്രത്യേകിച്ചും കുറച്ച് വൈകിയതും ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ്. അതിൽ നിങ്ങൾക്കുണ്ടായ അസൗകര്യത്തിൽ ഞാനിവിടെ ഖേദം പ്രകടിപ്പിക്കുകയാണ്. പിന്നെ ഈ ചടങ്ങിൽ ഇനി ദീർഘമായൊരു പ്രസംഗത്തിനൊരു പ്രസക്തിയുമില്ല. ഈ ഒരു സീസൺ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വിവിധ തരത്തിലുള്ള പകർച്ചവ്യാധികൾ പിടിപെടുന്ന ഒരു കാലമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ജാഗ്രതയും ശ്രദ്ധയും വേണ്ടത് കുട്ടികൾക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ വിദ്യാലയങ്ങളിൽ നിന്ന് ആരംഭിക്കുന്നത്. സമൂഹത്തിൽ ആകെ ഉണ്ടാവണം. അതിന് വ്യത്യസ്തമായ പദ്ധതികളും പരിപാടികളും ആവിഷ്കരിച്ചിട്ടുണ്ട് ആരോഗ്യവകുപ്പ്. എന്നാൽ ഏറെ ശ്രദ്ധിക്കേണ്ട സമൂഹത്തിലെ ഒരു വിഭാഗം നമ്മുടെ കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയും ചൊല്ലിയ പ്രതിജ്ഞ അത് കേവലം ഇവിടെ നടന്ന ഒരു വാചക കസർത്തായി മാറാതെ അതിൽ പറഞ്ഞ പോലെ ഒരു ശ്രദ്ധയും ജാഗ്രതയും ഇനിയുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ചുണ്ടാവണം. എല്ലാ കാലത്തും ആ ജാഗ്രത പുലർത്തുന്നത് നല്ലതാണ്. ഇപ്പോൾ കോവിഡിനൊക്കെ ശേഷം നമ്മളിൽ അങ്ങനെ ഒരു ശീലം തന്നെ വന്നിട്ടുണ്ട്. കൈ കഴുകാതെ ഒന്നും കഴിക്കാത്ത ഒരു സ്ഥിതിയുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ സമയത്ത് ചൂടുവെള്ളം കുടിക്കേണ്ടതിൻ്റെ ആവശ്യകത, വെള്ളത്തിലൂടെ പകരുന്ന നിരവധി രോഗങ്ങൾ, കുളിയിലും കളിയിലുമൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഈ പ്രതിജ്ഞയിൽ പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാർ, ഈ കാര്യത്തിലൊക്കെ സ്വന്തം മനസാക്ഷിയോട്, കാരണം നിങ്ങൾ ഓരോരുത്തരും രോഗവിമുക്തരാകുമ്പോൾ അതുവഴി നിങ്ങളുടെ കൂടെ പഠിക്കുന്നവർ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ കൂടപ്പിറപ്പുകൾ എല്ലാവരെയുമാണ് നിങ്ങൾ രക്ഷിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു പകർച്ചവ്യാധി വഹിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ അറിയാതെ ചെയ്യുന്ന ആ തെറ്റുകൊണ്ട് പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നത് ചിലപ്പോൾ വീട്ടിലിരിക്കുന്ന ആരെങ്കിലും ആയിരിക്കും. നിങ്ങളുടെ ചെറിയ അനിയന്മാരും അനിയത്തിമാരും ആവാം, നല്ല പ്രായം ചെന്ന മുത്തശ്ശനും മുത്തശ്ശിക്കുമാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും പകർച്ചവ്യാധിയുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഉണ്ടായാൽ ഇതൊക്കെ നന്നായി നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. ഞാൻ ഈ വൈകിയ വേളയിൽ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇവിടെ കോട്ടൺ ഹിൽസ് സ്കൂളിൽ ഇതിനു മുമ്പും
ഈ 10-40 ദിവസമായിട്ടുള്ളൂ ഞങ്ങൾ ചുമതലയേറ്റിട്ട്. പക്ഷേ ഇത് എൻ്റെ 3ാമത്തെ പ്രോഗ്രാമാണ്. എല്ലാ സംസ്ഥാനതല പരിപാടികളും നടക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ് നമ്മുടെ ശ്രദ്ധേയമായ മനോഹരമായ ഈ വിദ്യാലയം. ഇവിടെ ആരോഗ്യവകുപ്പും അവരുടെ ഈ പ്രോജക്റ്റ് അതിന് തുടക്കം കുറിക്കാൻ ഈ സ്കൂൾ തന്നെയാണ് തിരഞ്ഞെടുത്തത് എന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കുള്ളൊരു മഹിമയാണ്, നിങ്ങൾക്കുള്ളൊരു ആദരവാണ്. എല്ലാ നല്ല പരിപാടികളും ഈ സ്കൂളിൽ നടക്കുന്നു എന്നത് എല്ലാ കാര്യത്തിലും ഈ സ്കൂൾ അങ്ങനെ തന്നെയാണ്. പഠനകാര്യത്തിലും പാഠ്യേതര വിഷയങ്ങളിലും ഒക്കെ വളരെ ശ്രദ്ധേയമായി നിങ്ങൾ മുന്നേറുന്നു.